പിലാത്തറ ചന്തപുര മാതമംഗലം റോഡ് മെക്കാഡംഗ് ടാറിംഗ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. കൈതപ്രം ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എം. വിജിൻ എം.എൽ.എ. ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു. മലയോര മേഖലയിലേക്കുള്ള പ്രധാന പാതയായ ചെറുതാഴം കുറ്റൂർ പെരിങ്ങം റോഡിന്റെ ഭാഗമായ പിലാത്തറ മുതൽ ചന്തപുര വരെ 6 കോടി രൂപയും ചന്തപുര മുതൽ മാതമംഗലം വരെ 5 കോടി രൂപയും പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയും ഉൾപ്പെടെ ആകെ 13 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കരാർ ഉടമ്പടിയിലേർപ്പെട്ട ചന്തപുര മുതൽ മാതമംഗലം വരെയുള്ള ആദ്യഘട്ട പ്രവൃത്തിക്കാണ് തുടക്കമായത്. പ്രസ്തുത റോഡിൽ പിലാത്തറ മുതൽ മാതമംഗലം വരെയുള്ള നിലവിലുള്ള റോഡ് അത്യാവശ്യമായ സ്ഥലങ്ങളിൽ അടിത്തറ ശക്തിപ്പെടുത്തി 5.50 മീറ്ററിൽ നിന്നും 7 മീറ്റർ വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് ചെയ്യുവാനും കൾവെട്ടുകൾ, ഡ്രെയിനേജ് എന്നിവ പുതുക്കിപ്പണിയുന്നതിനും ആവശ്യമായ സ്ഥലങ്ങളിൽ പുതിയ കൾവെട്ട്, ഡ്രെയിനേജ് എന്നിവയും ആധുനിക രീതിയിലുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങളും പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡിൻ്റെ 1ാം ഘട്ട പ്രവൃത്തിക്കാണ് ഇവിടെ തുടക്കമാകുന്നത്. ഈ നാട് ഏറെ ആഗ്രഹിച്ചൊരു വികസന പദ്ധതിയാണ് ചെറുതാഴം കുറ്റൂർ പെരിങ്ങോം റോഡിൻ്റെ നവീകരണം. ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തോടൊപ്പം പങ്കുചേരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് ഔദ്യോഗികമായ ചില തിരക്ക് കാരണമാണ് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാഞ്ഞത്. ഈ നാടിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചെറുതാഴം കുറ്റൂർ പെരിങ്ങോം റോഡ് 1ാം ഘട്ട പ്രവൃത്തിയുടെ നിർമ്മാണ പ്രവൃത്തി ഏറെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന പട്ടണമായ പിലാത്തറയെയും മലയോര മേഖലയായ പെരിങ്ങോം പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന ഈ പാത വീതി കൂട്ടി അത്യാധുനിക നിലവാരത്തിൽ നവീകരിക്കുന്ന പദ്ധതി അതാണിത്. നിലവിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന റോഡാണിത്. അതുകൊണ്ട് തന്നെ റോഡിന് ആവശ്യമായ വീതിയില്ലെന്ന പ്രശ്നം നാട് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് രാജ്യത്ത് നിലവിലുള്ള ആധുനികമായ റോഡ് നിർമ്മാണ രീതിയിൽ BMNBC നിലവാരത്തിൽ കൃത്യമായ ഡ്രെയിനേജുകളോടെ ഉന്നത നിലവാരത്തിൽ വീതി കൂട്ടിയാണ് ഈ റോഡ് നവീകരണം യാഥാർത്ഥ്യമാക്കുന്നത്. ഈ റോഡിനാകെ 13 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 6 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. NH വികസനത്തിൻ്റെ ഭാഗമായി ഇല്ലാതായ പിലാത്തറ ടൗൺ നവീകരിക്കണമെന്നതും ഈ നാടിൻ്റെ ഒരു പ്രധാന ആവശ്യമായിരുന്നു. അതിനായി 2 കോടി രൂപ ഈ പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് KM റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ, വൈസ് പ്രസിഡന്റ് K. മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CI വത്സല ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗം T. തമ്പാൻ മാസ്റ്റർ, വാർഡ് അംഗങ്ങളായ NK സുജിത്, MV പ്രീത, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TV ചന്ദ്രൻ, MP ഉണ്ണികൃഷ്ണൻ, MP പ്രിയേഷ്, T. രാജൻ, KK ആലി കുഞ്ഞിഹാജി, ശങ്കരൻ കൈതപ്രം, M. ശിവശങ്കരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.